പറഞ്ഞു, അച്ഛൻ്റെ ഒരു പാട്ട് എൻ്റെ CD ഇടാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അച്ഛൻ എനിക്ക് ട്യൂൺ ചെയ്ത് തന്നാൽ മതി, ലിറിക്സ് പിന്നെ എഴുതാം, നമുക്ക് ഒന്നും എനിക്കൊരു ട്യൂൺ ചെയ്ത് തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പനിയാണെന്ന് പറഞ്ഞു. അവർ അച്ഛൻ പ്ലീസ് എൻ്റെ എല്ലാം വെയിറ്റ് ചെയ്യുക, അച്ഛൻ്റെ പാട്ട് കേട്ടാൽ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അച്ഛൻ വെറുതെ ഒരു ട്യൂണൊന്നും കൂടി എനിക്ക് തന്നാൽ മതി. എന്നെ കാണുന്ന വെച്ചിട്ട് വന്നിട്ടുണ്ട്, നിന്നോട് ഇരിക്കാൻ പറഞ്ഞു. പനി അല്പം കുറവായിട്ടുണ്ട്, ഞാൻ അമൃതൊരു കുറി ഫ്രീ ആണ്. അവിടെ പോയി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ട്യൂൺ ഇങ്ങനെ വന്നു. ഞാൻ ആ ട്യൂൺ ഫോണിലൂടെ 10 മിനിറ്റ് അവനാണ് കൂടി നന്നായിട്ട് തോന്നി, അങ്ങനെ കൂടി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പനിയെല്ലാം കഴിഞ്ഞ് ഞാൻ പള്ളിയിലേക്ക് തിരിച്ചു വന്നു. ഒരു അതിരാവിലെ ഇവനെ വിളിച്ചിട്ട് പറയാം, അച്ഛാ ഇന്ന് 10 മണിക്കാണ് നമ്മുടെ പാട്ടിൻ്റെ റെക്കോർഡിങ്. ഞാൻ ചോദിച്ചു ഏത് പാട്ടിൻ്റെ റെക്കോർഡിങ്? അപ്പം അവൻ പറഞ്ഞു ഈ ട്യൂൺ എന്നെ മൂളി കേൾപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പാട്ടുണ്ടല്ലേ അച്ഛാ. ഇവ പറയണം നീ ഇത്രയും വലിയ പണി എന്നോട് ചെയ്തതായിരുന്നു, എനിക്കിനി എങ്ങനെയില്ല ലിറിക്സ് ഇത്രയും ഒരു പാട്ട് മൊത്തം എഴുതണ്ടേ? അല്ലേ അച്ഛാ, അത് അച്ഛൻ കിട്ടും, അച്ഛൻ എന്തായാലും പറഞ്ഞ ഇങ്ങനെ വൈറ്റിലാണ് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പള്ളിയിൽ പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു 2-2.5 മണിക്കൂർ സമയമുള്ളൂ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ആദ്യത്തെ 4 വരികൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കിട്ടി. അത് ഇങ്ങനെയായിരുന്നു: ദിവ്യകാരുണ്യമേ സ്നേഹമേ നിത്യനാഥന്റെ സമ്മാനമേ, ദിവ്യകാരുണ്യമേ ജീവനേ നിത്യമാം ജീവന്റെ ഭോജ്യമേ. 4 വരി കിട്ടി. ഈ 4 വരിയുടെ ശ്രുതിയിലേക്ക് എന്നിരിക്കും. അപ്പോൾ പാടാനുള്ള കോറസുകാരൊക്കെ ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ പാടുന്ന മെയിൽ സിംഗർ എന്നോട് ചോദിച്ചു എവിടെയാണെന്ന് വെച്ചാൽ പാട്ട് തിരിച്ചു. ഞാൻ പറഞ്ഞു ഇത് കൊടുത്തു പോലും 4 വരിയുള്ളൂ തിരിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ 4 വരി വന്നിട്ടുള്ളൂ, ബാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരു ഐഡിയ, ബാക്കി ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ സ്റ്റുഡിയോ റെന്റ് കൂടും, പാട്ട് വായിക്കുന്ന കാശ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ ഇങ്ങനെ നീ ഇങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞൊരു കാര്യമില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെ നാളെ കിട്ടും. ഇവരെല്ലാം എന്നെ വിളിച്ചു വരുത്തി, ഇവരുടെ സമയം പോകും പൈസ പോകും, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ അടുത്ത ഒരു വരി എൻ്റെ മനസ്സിൽ തന്നെ പാട്ടായിട്ട് വരാണ്. നെയ്തു പൂമെത്ത ഞാൻ നിന്നെ സ്വീകരിക്കാൻ, തീർത്തു പൂമാല ഞാൻ നിന്നെ ആരാധിക്കാൻ, നെയ്തു പൂമെത്ത ഞാൻ നിന്നെ സ്വീകരിക്കാൻ, തീർത്തു പൂമാല ഞാൻ നിന്നെ ആരാധിക്കാൻ. പിന്നെ വരികളെല്ലാം ഇങ്ങനെ കിടകിടാങ്ങനെ വന്നു. അപ്പൊ ഞാനിത് പറയാം, നമ്മുടെ ഞാനൊരു എക്സ്പീരിയൻസ് പറഞ്ഞത് വലിയൊരു കാര്യമില്ലെങ്കിൽ പോലും ശരിക്കും നമ്മളെ പരിശുദ്ധാത്മാവൊക്കെ അങ്ങനെ സഹായിക്കും. കർത്താവും മാതാവും വിശുദ്ധരൊക്കെ നമുക്ക് വേണ്ടി അങ്ങനെ ബാധ്യസ്ഥം വഹിക്കുന്നുള്ളത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എത്ര ധ്യാനം കഴിഞ്ഞാലും ഇതൊക്കെ ഇങ്ങനെ തീരെയാവും. അതാരെ കുറിച്ച് എല്ലാത്തിനും ടോക്ക് പറയും, ജവാനെ കുറിച്ച് പറയും, നമ്മുടെ ജവാനെ ചൊല്ലും, പക്ഷെ ഒരു പേഴ്സണൽ റിലേഷൻ നമുക്ക് ഇതിലുണ്ടാകുന്നില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. നന്മ നിറഞ്ഞവൾ എന്നു മാലാഖ ചൊല്ലിയത് എത്ര സത്യം, സാത്താന്റെ തന്ത്രങ്ങൾ എല്ലാം തകർക്കാൻ നിന്നോളം ആര് ശക്തി. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് വിശുദ്ധ ബെർണാഡ് പറഞ്ഞത് വലിയ ശക്തിയുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നിങ്ങൾ വിശ്വാസത്തോടെ ചെല്ലണം. നമുക്കൊന്നത് വിശ്വാസത്തോടെ തന്നെ പാടാം. നന്മ നിറഞ്ഞവൾ എന്നു മാലാഖ ചൊല്ലിയത് എത്ര സത്യം, സാത്താന്റെ തന്ത്രങ്ങളെല്ലാം തകർക്കാൻ നിന്നോളം ആര് ശക്ത. നന്മ നിറഞ്ഞവൾ എന്നു മാലാഖ ചൊല്ലിയത് എത്ര സത്യം, സാത്താന്റെ തന്ത്രങ്ങളെല്ലാം തകർക്കാൻ നിന്നോളം ആര് ശക്ത. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. അടുത്ത വരികൾ ഇങ്ങനെയാണല്ലോ: ഭൂമിയിൽ സാത്താന്റെ ആദ്യത്തെ ശത്രു നീ, ആദാമിൻ മോചനമേ, ജപമാലയാകും ചാട്ടവാറേന്തി തിന്മയകറ്റും ഞങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഭൂമിയിലെ സാത്താന്റെ ആദ്യത്തെ ശത്രു മറിയമാണെന്ന് ദൈവം പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും. ഭൂമിയിലെ സാത്താന്റെ ആദ്യത്തെ ശത്രു മറിയമാണ്. ജപമാലയാകും ചാട്ടവാറേന്തി തിന്മയകറ്റും ഞങ്ങൾ. എനിക്ക് വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറഞ്ഞിട്ടുണ്ട്,
കൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വിശുദ്ധം പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി ഒന്നുകിൽ പാപം ഉപേക്ഷിക്കും അല്ലെങ്കിൽ ജപമാല ഉപേക്ഷിക്കും. ഒരു വ്യക്തിയിൽ ഒരേ സമയം പാപവും ജപമാലയും ഒരുമിച്ച് പോകാൻ പാടാണെന്ന് പറയുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ തന്നെ പറഞ്ഞില്ല, തിന്മയുടെ വലിയ ബന്ധനത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് ജപമാല ചൊല്ലാൻ പറ്റും. നിങ്ങൾ ഓർക്കുകയോ, ജപമാല ചൊല്ലാനുള്ള താല്പര്യക്കുറവ്, തീഷ്ണതക്കുറവൊക്കെ ആത്മീയതയിലുള്ള തളർച്ചയായി നമ്മൾ കാണണം. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നത് ഈ പാട്ട് ഒരിക്കൽ ഞാൻ ചിറ്റൂര് ധ്യാനത്തിനുള്ള സമയത്ത് ഈ ദുബായിൽ ഒരു അച്ഛൻ എന്നെ ഫോണിൽ വിളിച്ചു. അപ്പൊ അച്ഛൻ എന്നോട് പറയായിരുന്നു, അച്ഛൻ ധ്യാനത്തിനിടയിൽ വളരെയധികം ക്ഷീണം വന്നെങ്കിൽ തീരെ കിടപ്പായി പോയി. അച്ഛന് ഒട്ടും പ്രസംഗിക്കാൻ പറ്റുന്നില്ല, അച്ഛന് ശബ്ദമില്ല, തീരെ ആരോഗ്യമില്ലാതെ കിടപ്പായി ആയിരുന്നു. അപ്പൊ ഈ സമയത്ത് വേറൊരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഈ പാട്ട് കേൾക്കണമെന്ന് ഈ മാതാവിന്റെ പാട്ട് കൊണ്ടുവന്ന് അതിന് CD അച്ഛന് പോയിട്ട് കൊടുത്തു. അപ്പൊ അച്ഛൻ എന്നോട് പറയുകയാണ്, ഞാനൊരു 3-4 വട്ടം ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ആരോ എന്നെ ഇങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഫുള്ളി എനിക്ക് ഹീലിംഗ് ആയി. ഇവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അച്ഛൻ ധ്യാനത്തിന്റെ ആദ്യത്തെ ടോക്കിൽ ഉടനെ ഈ പാട്ടിൽ ഗൂഗിളിൽ കയറി അടിച്ചു നോക്കിയപ്പോൾ ചിറ്റൂർ ധ്യാനകേന്ദ്രം കണ്ടു. ഉടനെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഇങ്ങനെ വിനോദച്ചനെ പാട്ടാണ്. അപ്പൊ അതിന് എന്റെ മുകളിലേക്ക് ഇപ്പോൾ കണക്ട് ചെയ്തു. അപ്പൊ ഈ അച്ഛൻ ധ്യാനം കഴിഞ്ഞ് ദുബായിൽ നിന്ന് എയർപോർട്ടിൽ നേരിട്ട് ചിറ്റൂർ എന്നെ കാണാൻ വരികയാണ്. അപ്പൊ അച്ഛൻ പറയാണ്, ഞാൻ ഈ പാട്ട് പിന്നീട് പാടിയപ്പോഴൊക്കെ വലിയ ഒരു മാതാവിന്റെ സംരക്ഷണവും മാധ്യസ്ഥവും അനുഗ്രഹവും കിട്ടുന്ന പോലെ തോന്നി. ഹല്ലേലൂയ. വേറൊരു സഹോദരൻ പറഞ്ഞൊരു സാക്ഷിയെ നോക്കുകയാണ്. തൃപ്പൂണിത്തറ വീടുള്ള ഒരു പയ്യനാണ്. എറണാകുളം MG റോഡിലൂടെ അവൻ കൂട്ടുകാരന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് പോവുകയാണ്. ഇങ്ങനെ പോണ സമയത്ത് ഇവർ ഈ പാട്ട് ഇങ്ങനെ വെന്നികമേ പാവത്ത് പാടിക്കൊണ്ട് വെറുതെ ഇരിക്കുക. ഇങ്ങനെ പാടുന്ന സമയത്താണ് ഇവന്റെ ഈ ബൈക്ക് പോയി വേറെ വണ്ടിക്ക് ഇടിച്ചു. ഇവൻ പോയി തെറിച്ച് അതിലൂടെ ഓടുന്ന സിറ്റി സർവീസ് പ്രൈവറ്റ് ബസ്സിന്റെ ഈ ചക്രത്തിന്റെ ടയറിന് താഴെ കിടക്കും. അപ്പോ നിങ്ങൾ എറണാകുളത്തിലുള്ള വണ്ടികൾ ചീറിപ്പായുന്ന സ്ഥലമാണ്. പക്ഷെ ഇവൻ എന്നോട് പിടിച്ച് പറയാം, ഞാൻ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുന്നു, എനിക്കും ഈ ടയറിനിടയിൽ ഒരു കൈ ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് അവൻ പറയാം, മാതാവിനെ ആയിരിക്കും വെച്ചാൽ ഞാൻ ഈ പാട്ടിങ്ങനെ പാടിക്കുകയോ ശരിക്കും എനിക്ക് തോന്നുന്നു മാതാവാണ് ചക്ര തലയിൽ മേത്ത് കയറാതെ തടഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഇത് ഈ മാതാവിന്റെ പാട്ടെന്നല്ല, പക്ഷെ എല്ലാ മാതാവിന്റെ പാട്ട് ഞാൻ കേട്ടതുകൊണ്ട് നിങ്ങളോട് പറയുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം, മാതാവിന്റെ വലിയ സംരക്ഷണം, അനുഗ്രഹം നമ്മുടെ ജീവിതങ്ങൾക്ക് ആവശ്യമാണ്. ജപമാല ഭക്തി നമുക്ക് വളരെ ആവശ്യമാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സാധിക്കുമ്പോഴൊക്കെ നമ്മൾ ഏറ്റവും ഒരുക്കത്തോടെ വേണ്ടത് ചെല്ലാൻ എന്നുള്ളത് പ്രധാനപ്പെട്ടത്. നന്മ നിറഞ്ഞ പറയുമേ എന്ന് പറഞ്ഞത് ആരാണ്? വഴി കൂടെ പോയ ചേട്ടനാണോ പറഞ്ഞത് മറിയത്തോട്? ആരാ പറഞ്ഞത്? ഗബ്രിയേൽ മാലാഖയെ പറഞ്ഞത്. നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ഗബ്രിയേൽ മാലാഖയുടെ അത്രയൊന്നും അധര വിശുദ്ധിയില്ലേലും കുറച്ചൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു ഒരുക്കം, അല്ലാതെ ഇങ്ങനെ സ്വിച്ചിട്ട പോലെ ജപമാല കുറേ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതർത്ഥം മനസ്സിലാക്കി മനുഷ്യാവതാര മനസ്സിനെ ധ്യാനിച്ച് കൃത്യമായിട്ട് നമുക്ക് ചെല്ലാൻ സാധിക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഈ പാട്ടൊന്ന് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് പാടാം. നിങ്ങൾ എറ്റി പാടി കടലാസിൻ്റെ കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ അത് ലയിച്ച് പാടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്.
ആമേൻ.